വിശേഷം. ഈ വീക്കെൻഡ് അങ്ങനെ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഇതിന് മുമ്പത്തെ വീഡിയോയിലുണ്ട്, അത് പോയി കാണുക. ഇപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കുറേ നാളായി ഞങ്ങൾ പ്ലാൻ ചെയ്യണു, പക്ഷെ നടന്നില്ല. ഓരോ കാരണത്താൽ നീണ്ടു പോയി. അപ്പം നാളെ എനിക്ക് ലീവാണ്. അപ്പോൾ ഇന്നിപ്പോൾ രഞ്ജു ഡ്യൂട്ടി കഴിഞ്ഞ് അങ്ങോട്ട് വരും, ഞാൻ ഇപ്പം അങ്ങോട്ട് പോവുകയാണ്. അപ്പം അങ്ങനെ അവിടെ പോയിട്ട് ഇന്നൊരു ഡേ അവളുടെ കൂടെ ആയിരിക്കും. വെയിലടിക്കും ഭയങ്കരമായിട്ട്. അപ്പോൾ ഇന്നങ്ങനെ പോയി ചില്ല് ചെയ്തിട്ട് നാളെ ഞങ്ങൾ വീട്ടിൽ പോകും. എനിക്കും രഞ്ജുവിന് നാളെ ഓഫായതുകൊണ്ട് ഇന്നൊരു ദിവസം അവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് പരിപാടികളെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, എന്തായാലും അവിടെ പോയിട്ട് നോക്കാം. അങ്ങനെ ഗായുവിനന്ന് ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ബസ്സും മെട്രോ ഒന്നും പിടിച്ച് പോവാണ്ട് അവരെന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തു. അവിടെ അടുത്ത് തന്നെയായിരുന്നു ഗായുവിന് ഡ്രൈവിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നേരെ എന്നെ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് ഞാൻ ദേ അവളുടെ വീട്ടിലേക്ക് എത്തി. അപ്പൊ മുടിയെ കഴിച്ചിട്ട് കേട്ടോ വീഡിയോ അറിഞ്ഞപ്പോ അങ്ങനെ കുറച്ച് നേരം അവിടെ എത്തി. കുടുവിൻ്റെ കൂടെ ഒക്കെ കളിച്ച് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. എൻ്റെ അടുത്ത് ഷെയർ ചെയ്യോ കുടു? അന്നൊരുത്തി ഇതെങ്ങനെയുണ്ട് മാഗി ഉണ്ടാക്കി കഴിച്ചിട്ട് അവസ്ഥ സൂപ്പർ. ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ തൊട്ട് എടി മാഗി ഉണ്ടാക്കട്ടെ, ചായയുടെ കൂടെ കഴിക്കാൻ മാഗി പറഞ്ഞു നിർബന്ധിച്ച് ഉണ്ടാക്കിപ്പിച്ചതാ. സൂപ്പർ, അടിപൊളി, വാവ്. അതുകൊണ്ട് ഒരു സ്പൂൺ മാഗി കഴിച്ചിട്ട് ബോർബൺ ബിസ്ക്കറ്റ്. കൊച്ചു ഡാൻസ് കളിച്ച് തുടങ്ങി ഈ മാഗി കഴിച്ചോടുകൂടി. ചിക്ക് മോമിനെ കാണൂ കേട്ടോ, ഞങ്ങളുടെ കൂട്ടത്തിലെ ചിക്ക് മോമാണിത്. അതെ, നമുക്കിപ്പോ ലുഡോ കളിക്കാലോ വരും. അധികം വൈകാണ്ട്. അതല്ല ഞാൻ പറഞ്ഞില്ലേ വേണ്ട വേണ്ട. ചിക്ക് മോമിന്റെ വർത്താനം ഒന്ന് കേക്കട്ടെ. ബ്രോയിലർ ചിക്കനാണോ മറ്റേ ഇതിൽ ബ്രോയിലർ ചിക്കൻ്റെ അത് അങ്ങനെ ലീലാവിലാസങ്ങള് പറയാം. അവള് വീഡിയോ എടുക്കുന്നുണ്ട്. അഖിൽമാരാറിനെ ഞങ്ങളുടെ അയ്യോ അഖിൽമാരാറിന് മിസ്റ്റർ അഖിൽ അങ്ങ് സൗദിയിൽ നിന്ന് സംസാരിക്കുന്നു. മിക്കവാറും എന്റെ പണിയുടെ തീരുമാനമാണെന്ന് തോന്നുന്നു. നിന്റെ ഡ്യൂട്ടിന്റെ ഇടയിൽ വീഡിയോ കോൾ ചെയ്യുന്നു നിന്റെ പണിയുടെ കാര്യം. അങ്ങനെ അഖിൽ ചേട്ടനെ വിളിച്ച് കുറച്ച് നേരം കത്തിയൊക്കെ അടിച്ച് പിന്നെ ദേ അപ്പോഴേക്കും ഗുഡു എണീറ്റു. ഗുഡു ഇങ്ങനെ മന്ദാകിനിയായിട്ടിരുന്ന് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് അവളെന്തോ അടുക്കളയിൽ പരിപാടി എന്തോ ഉണ്ടാക്കുന്നുണ്ട്, എന്താണാവോ. അങ്ങനെ ഞങ്ങൾക്ക് പുറത്ത് പോയി ഡിന്നറിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ റെഡിയായി നേരെ പോയി സൂപ്പർ മാർക്കറ്റിൽ പോയി 2-3 സാധനങ്ങളൊക്കെ മേടിച്ച്. ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ പോയി മേടിച്ച്. എനിക്ക് ആക്ച്വലി അവിടെ ഏറ്റവും ഇഷ്ടമായതെന്ന് പറഞ്ഞാൽ ദേ നടക്കണ റോഡാട്ടോ. അതേപോലെ ഞങ്ങൾ ദേ നടക്കുമ്പോൾ കണ്ടോ ഒരു തീ പോലത്തെ ഒരു സാധനം വീണത്. അത് എന്താണെന്നുള്ളത് കുറേ നോക്കി, എന്താ സംഭവം എന്നുള്ളത് മനസ്സിലായില്ല. പിന്നെ ഇതേ ദിവസം തന്നെ നമ്മുടെ DK ടൈൽസിൻ്റെ ദീപ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇതേ കണ്ടിട്ടുണ്ടായിരുന്നു. അംസൂലൊക്കെ ഇട്ടു, സീഡ്സ് അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട്. അപ്പം മനസ്സിലായി എന്തോ ഒരു സംഭവമാണെന്നുള്ളത്, പക്ഷെ എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് ഇതേ നേരെ വീട്ടിലെത്തി കുക്കിങ്ങിനുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഡിന്നർ സ്പെഷ്യൽ ബീഫും കായയും, പിന്നെ ചോറുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, പിന്നെ പയറും കായയും തോരനും വെച്ചു. രഞ്ജു ബീഫ് കഴിക്കാത്തതുകൊണ്ട് രഞ്ജുവിന് കായയും പയറും വെച്ചു. അങ്ങനെ രാത്രിക്ക് ഡിന്നർ അതൊക്കെ ഞങ്ങൾ സെറ്റാക്കി കൊണ്ടിരുന്ന് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും രഞ്ജുവിൻ്റെ കോളൊന്നും ഇവിടെ എത്താറായി എന്നും പറഞ്ഞിട്ട്. അപ്പം പിന്നെ ഞങ്ങൾ താഴത്തേക്ക് പോയി. നമസ്കാരം. വരൂ വരാൻ പറ.
അങ്ങനെ വീട്ടിലെത്തി രഞ്ജുവും കൂടും കുറച്ച് നേരമൊക്കെ കളിച്ചിരുന്നു. ആ സമയം കൊണ്ട് ഞങ്ങൾ ഫുഡ് റെഡിയാക്കി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അമ്മൻ്റെ ഹസ്ബൻഡ് ചേട്ടനെത്തി. പിന്നെ ഞങ്ങളതേ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ കത്തിയൊക്കെ അടിച്ചിരുന്നു. പിന്നെ ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചീട്ട് കളിക്കാമെന്ന് വിചാരിച്ച് ചീട്ട് കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഫൈനലി ഞാൻ ജയിച്ചിരിക്കുന്നു ഗൈസ്. സെക്കൻഡ് രഞ്ജുവിന്, പിന്നെ ചേട്ടൻ, പിന്നെ തോൽവികൾ ഏറ്റുവാങ്ങാൻ ഇനിയും ബാക്കി എന്നുള്ള ഭാവത്തിൽ അമ്മു ലാസ്റ്റായി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതേ ചേട്ടൻ അതിൻ്റെ ക്ഷീണത്തിൽ അവിടെ തന്നെ കിടന്നുറങ്ങിപ്പോയി. അത്രയൊക്കെ തന്നെ ഉണ്ടായതുള്ളൂ, പ്രത്യേകിച്ച് വേറെ പരിപാടികളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് പിറ്റേ ദിവസം ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ലഞ്ചും കൂടിയും കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. രാവിലെ എണീറ്റ് ഇവർ കളി തുടങ്ങി. ബാസ്കറ്റ്ബോളൊക്കെ കളിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഞാനും രഞ്ജുവും കൂടെ ഞങ്ങളെ മെട്രോയിലാക്കി കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് MOയിൽ ഒന്ന് പോയി കറങ്ങാൻ വിചാരിച്ചത്. മെട്രോയിൽ അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ പോയി MOയിൽ പോയി വെറുതെ ഒന്ന് കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി. ഗ്ലോബൽ വില്ലേജിൽ പോകണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇറങ്ങിയത്. പക്ഷേ MOയിൽ എത്തിയപ്പോഴേക്കും ആക്ച്വലി വയ്യണ്ടേ. അപ്പോൾ പിന്നെ അവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് പോവാമെന്ന് വിചാരിച്ചു. അവിടെ പോയി ഒന്ന് നടന്ന് കറങ്ങി ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ വായൊക്കെ നോക്കി നടന്നിങ്ങനെ ഇറങ്ങി. അങ്ങനെ ഒരു കുട്ടി വ്ളോഗാണിത്. വേറെ പ്രത്യേകിച്ചായിട്ടൊന്നും ചെയ്യാനും കാര്യങ്ങളൊന്നും കാണിക്കാനും ഉണ്ടായിരുന്നില്ല. എന്നാലും പിന്നെ അവളുടെ വീട്ടിലേക്ക് കുറേ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു, നടന്നിരുന്നില്ല. ഫൈനലി ഇപ്പം നടന്നു. അപ്പം അതൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്